ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചെങ്കിലും വെടിനിർത്തലിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇസ്രായേലും ഇറാനും തമ്മിൽ 12 ദിവസമാണ് യുദ്ധം നടത്തിയത്. എന്നാൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ, അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ബോംബാക്രമണത്തോടെ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ നാമാവശേഷമായെന്നും അതോടെ ആക്രമണം നിർത്തുന്നുവെന്നുമാണ് അമേരിക്ക പറയുന്നത്. ഇസ്രായേലിനും ഏതാണ്ട് ഇതേ നിലപാട് തന്നെയാണ്. അവിടെ യഥാർത്ഥത്തിൽ അമേരിക്ക ബോംബിട്ടു എന്ന് പറയുന്നതല്ലാതെ അമേരിക്കയുടെ ബോംബിംഗ് കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം, ഈ പറയുന്ന ബോംബ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ന്യൂക്ലിയർ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് പറഞ്ഞത് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള റേഡിയേഷനും അവിടെ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇവരുടെ ഈ വാദം പൊളിഞ്ഞു. ഈ പറയുന്ന ന്യൂക്ലിയർ മെറ്റീരിയലുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെങ്കിൽ തീർച്ചയായും അവിടുന്ന് ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിയാം. ഇവിടെ യാതൊരു പ്രത്യേകിച്ചുള്ള ന്യൂക്ലിയർ മെറ്റീരിയലുകളും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കൃത്യമായിട്ട് അവർ സ്ഥലം മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം. അല്ലെങ്കിൽ അമേരിക്ക ഒരു സാഹസത്തിന് മുതിരുമെന്ന് തോന്നുന്നില്ല. കാര്യം, അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ശരിക്കും ന്യൂക്ലിയർ മെറ്റീരിയൽസ് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ വലിയ ആണവ വികിരണം ഉണ്ടാവുകയും നമ്മുടെ ചെർണോബിൽ ഒക്കെ ഉണ്ടായതുപോലെയുള്ള ആണവ വികിരണം ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ നാണക്കേടാവും. അത് ഒന്നുകിൽ അമേരിക്ക അറിഞ്ഞു തന്നെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവിടുന്ന് മാറ്റിയെന്ന് അമേരിക്ക അറിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ ബോംബിടുന്നത്. അതായിരിക്കും ആദ്യം തന്നെ ഇസ്രായേൽ ആദ്യം തന്നെ പറഞ്ഞു ഇവിടെ ബോംബിടണം. അപ്പൊ അമേരിക്ക പറഞ്ഞു ഇല്ല, ഞങ്ങൾ ബോംബിടുന്നില്ല, ഞങ്ങളിപ്പോൾ അതിൽ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബോംബിംഗ് നടത്തിയത്. അപ്പോൾ ബോംബിംഗ് നടത്താനുള്ള കാര്യം ഒരു പക്ഷേ അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ നിന്നുള്ള സാധനങ്ങൾ മാറ്റി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു സാധനം നിലവിലില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും അവരവിടെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ബോംബ് വർഷിച്ചത്. ബോംബ് വർഷിക്കാനുള്ള ഒരു കാര്യം, അമേരിക്കയ്ക്കകത്തുള്ള വലിയ ഒരു ഇസ്രായേൽ അനുകൂലികളാണ് ഈ അമേരിക്കയെ കൊണ്ട് നിർബന്ധിച്ച് ഈ കാര്യം ചെയ്യിപ്പിച്ചത്. അമേരിക്കയ്ക്ക് ശരിക്കും അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത്. അമേരിക്കയുടെ തന്നെ സ്വന്തം രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പറയുന്നത് അങ്ങനെ ഒരു നാശനഷ്ടമൊന്നും ഇറാന് സംഭവിച്ചിട്ടില്ല, ഇറാനിലെ ന്യൂക്ലിയർ മെറ്റീരിയലുകളൊക്കെ അത്യാവശ്യം സേഫ് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. എന്നാൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു അവിടെ ഞങ്ങൾ അത് ബോംബിട്ട് തകർത്തു എന്നൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര നാണക്കല്ലേ ഭരണ നേതൃത്വത്തിന്. അത് അങ്ങനെ പറഞ്ഞാലാണ് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ഇസ്രായേൽ വിചാരിച്ചത് ഈ പറയുന്ന ബോംബിംഗ് നടത്തിയാൽ അല്ലെങ്കിൽ ഇവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കയൊക്കെ കണ്ട് പേടിച്ച് ഇറാൻ മിണ്ടാതിരിക്കും, ഇറാൻ ഇവരുടെ കാല് പിടിക്കുമെന്നൊക്കെയാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ന്യൂക്ലിയർ ബോംബ് ആക്രമണം നടത്തിയതിന് പിറ്റേന്ന് തന്നെ ഇറാൻ തിരിച്ച് അമേരിക്കയുടെ വ്യോമതാവളത്തിലേക്ക്, ഖത്തറിലുള്ള വ്യോമതാവളത്തിലേക്ക് ഒരു ആക്രമണം നടത്തി. അത് ഇറാൻ പറഞ്ഞു, ഇത് മുൻകൂട്ടി പറഞ്ഞു, ഖത്തറിനോടും പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു പ്രതീകാത്മക ആക്രമണമാണ്, മാത്രമല്ല ഇത് ഞങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇറാൻ പറഞ്ഞതാണ്. എന്നിട്ടാണ് ആക്രമിച്ചത്. എന്തായാലും ഇസ്രായേലിന് കാര്യം മനസ്സിലായി. ഈ പറയുന്ന ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചു അവിടെ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല, അവരുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇറാന്റെ ചില ആണവ ശാസ്ത്രജ്ഞരേക്ക് ഇവർ വധിച്ചു. പക്ഷേ ഇസ്രായേലിന് നന്നായിട്ട് അറിയാം ഈ പറയുന്ന 1-2 ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതുകൊണ്ടൊന്നും ഇറാന്റെ കയ്യിലുള്ള ഈ ശേഷി നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേലിന് അറിയാം. അപ്പൊ ഇസ്രായേലിന് മനസ്സിലായി അവരെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ഏതായാലും ആക്രമിച്ചിട്ട് അവർ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് മാത്രമല്ല ഈ അമേരിക്കയുടെ ഈ പറയുന്ന ഇസ്രായേലിന്റെ ഒരേ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവരെ ന്യൂക്ലിയർ കാപ്പബിലിറ്റി തകർക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ന്യൂക്ലിയർ കാപ്പബിലിറ്റി തകർത്തു എന്നുള്ളത് അമേരിക്ക പറഞ്ഞെങ്കിലും ഇവർക്ക് സംഗതി മനസ്സിലായി അത് അവിടെ തകർക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല പിന്നീട് വീണ്ടും ഇറാനെ മുട്ടുകുത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇറാന്റെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ മിസൈലുകൾ വീണ്ടും ഈ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ വിചാരിച്ചു ഇനിയിപ്പോ ഈ യുദ്ധം നീട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് ഈ പറയുന്ന ഒരു വലിയ നീണ്ട കാലത്തേക്ക് ഇറാൻ പോലെയുള്ള ഒരു വലിയ രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിനൊന്നും ശേഷിയില്ല. കാര്യം, ഇറാൻ വലിയൊരു രാജ്യമാണ്. ഇറാന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ചെറിയൊരു രാജ്യമാണ്. ഇറാന്റെ ജനസംഖ്യയിലും കുറവാണ് ഇസ്രായേലിന്റെ ജനസംഖ്യ. മാത്രമല്ല രാജ്യത്തിന്റെ വലിപ്പവും വളരെ ചെറുതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇറാനെതിരെയൊക്കെ ഈ കളി കളിക്കുന്നത്. അപ്പോൾ ഇറാൻ ശരിക്ക് നല്ല രീതിയിൽ ഒരു ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിന്റെ കാര്യം തീരുമാനമാവും. അപ്പൊ ഇസ്രായേലിന് മനസ്സിലായി വലിയ ഒരു ലോങ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു നീണ്ട കാലത്തേക്ക് യുദ്ധം നടന്നാൽ ഇസ്രായേലിന്റെ പല സിറ്റികളും നാമാവശേഷമാകും, ഇസ്രായേലിന്റെ സിറ്റികളൊക്കെ തകർന്ന് തരിപ്പണമാവുമെന്ന് ഇസ്രായേലിന് മനസ്സിലായി. അപ്പോൾ മാത്രമല്ല ഇവർ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, ഇറാന്റെ ഭരണത്തലവനെ മാറ്റണം എന്ന് പറഞ്ഞ് ഇറാനിൽ നിന്ന് തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെയാണ് ഇസ്രായേൽ വിചാരിച്ചത്. അത് നടന്നില്ല. അപ്പോൾ രണ്ടും, ഇറാന്റെ ഭരണത്തലവനെ മാറ്റലും നടന്നില്ല, അതുപോലെ തന്നെ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ച് തകർക്കാമെന്നുള്ള ആ ബിൽഡിംഗ് അല്ലാതെ ശരിക്കുള്ള ഇറാന്റെ കാപ്പബിലിറ്റി ഒന്നും തകർക്കാനായിട്ട് അമേരിക്കയ്ക്ക് പറ്റിയില്ല എന്നുള്ളത് ഇസ്രായേലിന് മനസ്സിലായി. ഈ രണ്ടും പരാജയപ്പെട്ടു. മാത്രമല്ല യുദ്ധം തുറന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് വലിയ ക്ഷീണം തട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ശേഷി ഇസ്രായേലിനില്ല.